ഇന്നത്തെ ക്ലാസ് ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എന്നുള്ളതാണ്. ആന്റിജൻ എങ്ങനെയാണ് ആന്റിബോഡിയുമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന രോഗാണുക്കളെ, ലയിച്ചു കിടക്കുന്ന വിഷാംശങ്ങളെ തുടങ്ങിയ ആന്റിജൻസുമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആന്റിബോഡികൾ എങ്ങനെയാണ് ആന്റിജനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ആന്റിജനുകൾക്കെതിരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡികൾ എപ്പോഴും എന്ത് ചെയ്യപ്പെടും? ഉൽപ്പാദിപ്പിക്കപ്പെടും. ആന്റിജൻസ് ഹാവ് മോർ ദാൻ വൺ ആന്റിജനിക് ഡിറ്റർമിനൻസ്. ആന്റിജന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഒന്നിലധികം അതിന്റെ ആന്റിജന്റെ സർഫസിൽ ഒന്നിലധികം ആന്റിജനിക് ഡിറ്റർമിനൻസുകൾ ഉണ്ടാകും. ആന്റിജനിക് എന്ന് പറഞ്ഞാൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആന്റിബോഡികളുമായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എപ്പിടോപ്പുകൾ ഒന്നിലധികം ഉണ്ടായിരിക്കും. അതാണ് ആന്റിജന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അതിനെ ആന്റിജനിക് ഡിറ്റർമിനൻസ് എന്നാണ് പറയുന്നത്. ഇനി എക്സ്പോഷർ ടു ആന്റിജൻ റിസൾട്ട് ഇൻ ദ ജനറേഷൻ ഓഫ് മെനി ആന്റിബോഡി പോപ്പുലേഷൻ. നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു ആന്റിജൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആന്റിജൻ കടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് അത്രയും നമ്പർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആന്റിബോഡികളുടെ ഉൽപാദനം എന്ത് ചെയ്യപ്പെടും? നടത്തപ്പെടും അല്ലെങ്കിൽ നടക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലാസ് ഓഫ് ആന്റിബോഡി, വൺ മോളിക്യൂൾ ഓഫ് ആന്റിബോഡി ക്യാൻ റിയാക്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 2 മോളിക്യൂൾ ഓഫ് ആന്റിജൻ. ആന്റിജന്റെ പ്രത്യേകത അനുസരിച്ച്, ആന്റിജന്റെ സർഫസിലുള്ള എപ്പിടോപ്പുകളുടെ പ്രത്യേകത അനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ അനുസരിച്ച് ഒരു ആന്റിജൻ ഒന്നിലധികം ആന്റിബോഡിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ആന്റിബോഡി ഒന്നിലധികം ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ നോക്കുക, ഒരു ആന്റിജന്റെ പാരാടോപ്പ്, ഇവിടെ ഒരു ആന്റിബോഡിയുടെ പാരാടോപ്പ്, ഇവിടെ ഒരു ആന്റിജന്റെ എപ്പിടോപ്പുമായിട്ടും അതിന്റെ രണ്ടാമത്തെ പാരാടോപ്പ് അല്ലെങ്കിൽ ആന്റിജൻ ഡിറ്റർമിനൻസുകൾ രണ്ടാമത്തെ ആന്റിജനുമായിട്ട് ക്ലംപ് ചെയ്യും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ സിമിലർലി വൺ മോളിക്യൂൾ ഓഫ് ആന്റിജൻ ക്യാൻ റിയാക്ട് വിത്ത് മെനി മോളിക്യൂൾ ഓഫ് ആന്റിബോഡീസ്. ഒരു ആന്റിബോഡിക്ക് ഒന്നിലധികം അല്ലെങ്കിൽ 2 ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയുന്നത് പോലെ ഒരു ആന്റിജന് ഒന്നിലധികം, അതായത് അതിന്റെ സർഫസിൽ എത്രത്തോളം എപ്പിടോപ്പുകൾ ഉണ്ടോ അത്രത്തോളം ആന്റിബോഡികളുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിയും. As a result, the framework consisting of alternative molecule of antigen and antibodies are formed. ഇങ്ങനെ ഒരു ആന്റിബോഡി 2 ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ആന്റിജൻ ഒന്നിലധികം ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യപ്പെടും? ആന്റിജൻ ആന്റിബോഡി ഫ്രെയിം വർക്കുകൾ, അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി വീണ്ടും ആന്റിജൻ ആന്റിബോഡി വീണ്ടും ആന്റിജൻ വീണ്ടും ആന്റിബോഡി തുടങ്ങിയ ഫ്രെയിം വർക്ക് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചങ്ങല പോലെ ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യും. ദ കോംപ്ലക്സ് ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ലാർജ് പ്രിസിപ്പിറ്റേറ്റിംഗ് അഗ്രിഗേഷൻസ് ആർ ഫോംഡ് കാൾഡ് ലാറ്റിസ്. ഇങ്ങനെ ആന്റിജൻ ശരീരത്തിനകത്തേക്ക് കടന്നു വരുന്നതിനനുസരിച്ച് ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുകയും അങ്ങനെ പ്രിസിപ്പിറ്റേറ്റുകൾ, അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്ന് അഗ്രിഗേഷൻ, അതായത് ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ഒരു കൂട്ടം രൂപപ്പെടും. ഈ കൂട്ടത്തെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. ലാറ്റിസ് പ്രത്യേകം ഓർത്തിരിക്കുക. എന്താണ് ലാറ്റിസ് എന്ന് ഓർത്തിരിക്കുക. അതായത് ആന്റിജനും ആന്റിബോഡിയും റിയാക്ട് ചെയ്തുണ്ടാകുന്ന അഗ്രിഗേഷനെ, കൂട്ടത്തെയാണ് എന്ത് പറയുക? ലാറ്റിസ് എന്ന് പറയുക. അതായത് ദ പ്രിസിപ്പിറ്റേറ്റിംഗ് അഗ്രിഗേറ്റ്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആന്റിജൻ ആൻഡ് ആന്റിബോഡി. ആന്റിജനും ആന്റിബോഡിയും റിയാക്ട് ചെയ്തുണ്ടാകുന്ന പ്രിസിപ്പിറ്റേറ്റിംഗ് അഗ്രിഗേറ്റുകളെയാണ് ലാറ്റിസ് എന്ന് പറയുക. ലാറ്റിസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന കൂട്ടത്തെ, അഗ്രിഗേറ്റുകളെയാണ് ലാറ്റിസ് എന്ന് പറയുക. ലാറ്റിസ് പ്രത്യേകം ഓർത്തിരിക്കുക. Then, as the amount of antigen increases, the amount of precipitate increases until a maximum is reached. ഇങ്ങനെ ആന്റിജൻ എത്രത്തോളം നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു വരുന്നു അതിനനുസരിച്ച് ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്ന് അതിന്റെ ഒരു മാക്സിമത്തിലേക്ക്, അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ആന്റിജൻ ആണ് കടന്നു വരുന്നതെങ്കിൽ
അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും റിയാക്ഷൻ നടന്ന് ലാറ്റിസിന്റെ മാക്സിമം അല്ലെങ്കിൽ ലാറ്റിസിന്റെ എണ്ണം അഗ്രിഗേഷൻ കൂടുകയും ചെയ്യും. ബട്ട് ഇൻ ആന്റിജൻ എക്സസ് ഓർ ആന്റിബോഡി എക്സസ് കണ്ടീഷൻ ലെസ് ലാറ്റിസ് ഫോർമേഷൻ ഒക്കർ. ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, ആന്റിജൻ കൂടുതലും ആന്റിബോഡി കുറവാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. അതായത് ലാറ്റിസ് ഫോർമേഷൻ ഒന്നുകിൽ എന്തായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും, കുറവായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തേക്ക് കടക്കുന്ന ആന്റിജൻ കൂടുതലാണ്, അതായത് രോഗാണുക്കളുടെ എണ്ണം കൂടുതലാണ്. ആ രോഗാണുക്കളെ നശിപ്പിക്കാൻ തക്ക വിധത്തിൽ ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ റിയാക്ഷന്റെ റേറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടന്ന് ഉണ്ടാകുന്ന അഗ്രിഗേറ്റ്, അതായത് പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തെ അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ പ്രൊഡക്റ്റും കുറവായിരിക്കും. ഇത് റിയാക്ഷൻ നടക്കുന്ന ഫോഴ്സുകൾ, അതായത് ആന്റിജനും ആന്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും 4 ഫോഴ്സ് അല്ലെങ്കിൽ 4 ബന്ധം അല്ലെങ്കിൽ 4 തരത്തിലുള്ള റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, 2 ഹൈഡ്രജൻ ബോണ്ടിങ്, ദെൻ ഹൈഡ്രോഫോബിക് ബോണ്ടിങ്, വാണ്ടർവാൾസ് ഫോഴ്സസ്. ഇതൊക്കെ മോളിക്കുലാർ മെറ്റീരിയലുകൾ തമ്മിലുള്ള റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുന്ന ഫോഴ്സുകളാണ്. അതായത് ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ്, ഹൈഡ്രോഫോബിക് ബോണ്ടിങ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ, ഹൈഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്കുളുമായിട്ട് റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന. അതുപോലെ തന്നെ വാണ്ടർവാൾസ് ഫോഴ്സസ്. അപ്പം ആന്റിജന്റെ പ്രത്യേകത അനുസരിച്ച് ആന്റിബോഡി റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്റിബോഡി അറ്റാച്ച് ചെയ്യുന്ന ഫോഴ്സുകളാണ് ഈ 4 എണ്ണം. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഫോഴ്സസ് ദാറ്റ് ബൈൻഡ് ആന്റിജൻ ആൻഡ് ആന്റിബോഡി. ആന്റിജനും ആന്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സുകൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഹൈഡ്രജൻ ബോണ്ടിങ്, ഹൈഡ്രോഫോബിക് ബോണ്ടിങ്, ദെൻ വാണ്ടർവാൾസ് ഫോഴ്സസ്. അത് ആന്റിജൻ ഏത് തരത്തിലും, ബാക്ടീരിയയും ആന്റിബോഡിയും തമ്മിലുള്ള ഫോഴ്സ് പോലെ ആയിരിക്കത്തില്ല വൈറസും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ബലം എന്ന് പറയുന്നത്. അതുപോലെ ഒരു പോയിസൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനും ആന്റിബോഡിയും തമ്മിലുള്ളതായിരിക്കത്തില്ല ബാക്ടീരിയയും വൈറസും പോലെ. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന ബ്ലഡ്, അതായത് മാച്ചിങ് അല്ലാത്ത ബ്ലഡ് സെൽസുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ, ആന്റിബോഡി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ഫോഴ്സും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ 4 തരത്തിലുള്ള ഫോഴ്സുകൾ അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സുകളാണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇനി സോൺ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു കർവ് നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒന്നാണ്. സോൺ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കാണിക്കാനായിട്ട് നടത്തുന്ന ഒരു അല്ലെങ്കിൽ കാണിക്കാനായിട്ട് നടത്തപ്പെട്ട ഒരു പരീക്ഷണമാണ് സോൺ ഫോർമേഷൻ എന്നുള്ളത്. അതായത് ആന്റിജൻ ആൻഡ് ആന്റിബോഡി interact in an aqueous solution form a lattice that overlay develop into a visible precipitate. ഒരു aqueous solution എന്ന് പറയുമ്പോൾ ആന്റിജനെയും ആന്റിബോഡിയെയും ലയിപ്പിക്കാൻ കഴിവുള്ള ഒരു സൊല്യൂഷൻ, അതാണ് aqueous solution എന്ന് പറയുന്നത് ഇവിടെ. അതായത് aqueous solution സാധാരണ ആസിഡും ബേസും കൂടെ ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തുണ്ടാകുന്ന സൊല്യൂഷനെ നമുക്ക് aqueous solution എന്ന് പറയും. അപ്പൊ അതിനകത്ത് എന്തിനേയും ലയിപ്പിക്കാൻ കഴിയും. അതുപോലെ ആന്റിജനെയും ആന്റിബോഡിയും ലയിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത് ലയിക്കാൻ കഴിവുള്ള ഒരു സൊല്യൂഷൻ ഇവിടെ എടുക്കുന്നു. ഈ സൊല്യൂഷനകത്തേക്ക് തുല്യ അളവില് ആന്റിജനെയും, അതായത് രോഗാണു ആകാം, പോയിസൺ ആകാം, എന്തുമാകാം, ആന്റിജനെയും അതിന് തുല്യ അളവിൽ, അതായത് അത്രയും ആന്റിജനെ മായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള എമൗണ്ടിലുള്ള ആന്റിബോഡിയും തമ്മിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഒരു സൊല്യൂഷൻ ഒരു പെട്രി പ്ലേറ്റിൽ അതായത് ഒരു ബീക്കറിനകത്ത് ഒരു അക്വസ് സൊല്യൂഷൻ എടുക്കുന്നു, ഒരു ദ്രാവകം, അക്വസ് സൊല്യൂഷൻ ഒരു ദ്രാവകം എടുക്കുന്നു. ആ ദ്രാവകത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നു, ആന്റിജനെയും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആന്റിജനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡിയും മിക്സ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആന്റിജന്റെ പ്രസൻസ്, ആന്റിജൻ ഉള്ള ഒരു സൊല്യൂഷനകത്തേക്ക് ആന്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് നടക്കപ്പെടും, അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നടക്കും. ഇന്ററാക്ഷൻ നടന്ന് അവിടെ ലാറ്റിസ് ഫോം ചെയ്യും അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റുകൾ ഫോം ചെയ്യും. ഈ പ്രിസിപ്പിറ്റേറ്റുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്
അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അതിന്റെ സോണുകൾ, സോൺ എന്ന് പറഞ്ഞാൽ ഏരിയ എന്നാണ് ഉദ്ദേശിക്കുക. ഇവിടെ 3 സോണായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ 3 സോണുകൾ ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് സോൺ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2-3 പ്രധാനമായിട്ട് 4 വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് പ്രസിപ്പിറ്റൻസ് എന്ന് പറയുന്ന വാക്ക്. പ്രസിപ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ദ ആന്റിബോഡീസ് ദാറ്റ് അഗ്രിഗേറ്റ് സോളുബിൾ ആന്റിജൻസ് ആർ കാൾഡ് പ്രസിപ്പിറ്റൻസ്. പ്രസിപ്പിറ്റിൻ ഓർത്തിരിക്കുക. സോളുബിൾ ആയിട്ടുള്ള ആന്റിജനെ, അതായത് അക്വസ് സൊല്യൂഷനകത്ത് ലയിച്ചു കിടക്കുന്ന ആന്റിജനെ അഗ്രിഗേറ്റ് ചെയ്യുക, അതായത് ഒരുമിച്ച് നിർത്തുക അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന, ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആന്റിബോഡികൾക്ക് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റിൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അക്വസ് സൊല്യൂഷനകത്തേക്ക് ഈ 2 പദാർത്ഥങ്ങളും ആന്റിജനും ആന്റിബോഡിയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. അപ്പോൾ അവിടെ ആന്റിജൻ ആന്റിബോഡി ഒരു കോംപ്ലക്സ് ഉണ്ടാകും. പക്ഷെ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് വളരെ പതുക്കെയായിരിക്കും. റിയാക്ഷൻ വളരെ വേഗത്തിൽ നടക്കും, പക്ഷെ അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത് വളരെ പതുക്കെയായിരിക്കും, അല്ലെങ്കിൽ അല്പം സാവകാശം ഉണ്ടായിരിക്കും. ഇത് ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കുന്നതിനെ കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയത് ഇമ്മ്യൂൺ ഡിഫ്യൂഷൻ ജെൽ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനകത്താണ്. അതാണ് അക്വസ് സൊല്യൂഷൻ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇമ്മ്യൂൺ ഡിഫ്യൂഷൻ ജെല്ലിനകത്താണ് ഈ ഒരു റിയാക്ഷൻ ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, അതായത് കാണിച്ചത് അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടത്. അതായത് ഇവിടെ ഇൻ ജെൽ സൊല്യൂഷൻ ആന്റിജൻ ആൻഡ് ആന്റി സീറം മിക്സ്ഡ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. അപ്പം ഈ ഇമ്മ്യൂൺ ഡിഫ്യൂഷൻ ജെല്ലിൽ ആന്റിജനും ആന്റിബോഡിയും ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. റിയാക്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 3 സോണുകൾ ഫോം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. സോൺ എന്ന് പറഞ്ഞാൽ ഏരിയ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുക. ഇതൊരു ഏരിയ, ഇത് മറ്റൊരു ഏരിയ, ഇത് മറ്റൊരു ഏരിയ. ഈ ഏരിയകളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതായത് ഈ ഒന്നാമത്തെ ഏരിയ നോക്കാം, ഈ ഏരിയ സോൺ ഓഫ് ഇക്വലൻസ് എന്നാണ് പറയുക. ഇക്വാലിറ്റി ചെയ്യുക അല്ലെങ്കിൽ ഇക്വലൻസ് എന്ന വാക്കിന്റെ അർത്ഥം തുല്യത എന്നാണ്. ഇക്വലൻസ് അതായത് ആന്റിബോഡിയും ആന്റിജനും തുല്യ അളവിൽ കാണപ്പെടുന്ന ഈ ഭാഗത്ത് റിയാക്ഷൻ ഏറ്റവും കൂടുതലായിരിക്കും. അതായത് ഇവിടെ 6-7 ആന്റിജന്റെ ഗ്രൂപ്പുകളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡികളും ഉണ്ട് ഇവിടെ. അതായത് ആന്റിജനും ആന്റിബോഡിയും ഈ ആന്റിജനെ റിയാക്ട് ചെയ്യാൻ തക്ക വിധത്തിലുള്ള തുല്യ എമൗണ്ട് ആന്റിബോഡി ഉണ്ടാവും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റിയാക്ഷൻ നടന്ന ലാറ്റിസ് ഫോം ചെയ്യുന്നത് ഈ ഏരിയയിലായിരിക്കും. ദ മാക്സിമം പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ് ഇൻ ദിസ് റീജിയൻ. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രസിപ്പിറ്റേഷൻ, അതായത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്ന മാക്സിമം പ്രസിപ്പിറ്റേറ്റ് രൂപപ്പെടുന്നതും ഈ റീജിയനിലായിരിക്കും. അതിനെ സോൺ ഓഫ് ഇക്വലൻസ് എന്നാണ് പറയുക. ഇക്വലൻസ് എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തിരിക്കുക. ഇക്വലൻസ്, ഈക്വൽ, തുല്യം എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിലുള്ളത്. അപ്പോൾ റിയാക്ഷനും ഏറ്റവും കൂടുതലായിരിക്കും. അതിനെ സോൺ ഓഫ് ഇക്വലൻസ് എന്നറിയപ്പെടുന്നു. ഇനി മറ്റ് 2 സോൺ, 2 സൈഡിലായിട്ട് 2 സോണുകളുണ്ട്. ഒന്ന് പ്രോസോൺ എന്ന് പറയും. പ്രോസോൺ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി, ദ റീജിയൻ ഇൻ വിച്ച് ആന്റിബോഡി എക്സസ് ഈസ് കാൾഡ് പ്രോസോൺ. ആന്റിബോഡി കൂടുതലായിട്ട് കാണപ്പെടുന്ന റീജിയനെ നമ്മൾ പ്രോസോൺ എന്നാണ് പറയുക. പ്രോസോൺ. ഇനി റീജിയൻ ഇൻ വിച്ച് ആന്റിജൻ ഈസ് എക്സസ് ഈസ് കാൾഡ് പോസ്റ്റ് സോൺ. ഇവിടെ ഇത് മാറിക്കിടക്കുകയാണ്. സോൺ ഓഫ് ഇക്വലൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് സോൺ ഓഫ് ഇക്വലൻസ്. രണ്ടാമത്തത് പ്രോസോൺ എന്ന് പറയുന്നത് ഇതാണ്. പ്രോസോൺ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി കൂടുതലും ആന്റിജൻ കുറവും. അതുകൊണ്ട് റിയാക്ഷൻ നടക്കുന്ന റേറ്റ് കുറവായിരിക്കും. അതിനെ നമ്മൾ പ്രോസോൺ എന്നാണ് പറയുക. ഇത് പോസ്റ്റ് സോൺ ആണ്. അതായത് ആന്റിജൻ കൂടുതലും ആന്റിബോഡി കുറവും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ഒരു സിഗ്മോയിഡ് കർവ് അല്ലെങ്കിൽ ഇങ്ങനെ തരത്തിലുള്ള ഒരു കർവ് ഫോം ചെയ്ത്, അതായത് റിയാക്ഷൻ ഇങ്ങനെ നടക്കുകയാണ്. റിയാക്ഷൻ നടന്ന ഈ സോണിൽ, അതായത് പ്രോസോണിൽ വരുമ്പോഴേക്കും ആന്റിബോഡി കൂടുതലും ആന്റിജനും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ റിയാക്ഷന്റെ വേഗത കുറവായിരിക്കും. എന്നാൽ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പറഞ്ഞ സോൺ ഓഫ് ഇക്വലൻസിലാണ്. അതായത് ആന്റിജനും ആന്റിബോഡിയും ഈക്വൽ എമൗണ്ടിൽ ഉണ്ടായിരിക്കും. പിന്നീട് അടുത്ത
പോസ്റ്റ് സോൺ വരുമ്പോഴേക്കും, അതായത് ആന്റിജൻ കൂടുതലും ആന്റിബോഡി കുറവും ഉള്ള ഈ റീജിയൻ വരുമ്പോഴേക്കും റിയാക്ഷൻ വീണ്ടും കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പം ഈ 3 സോണുകളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഈ സോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ കാണിക്കാനായിട്ട് ഇമ്മ്യൂൺ ഡിഫ്യൂഷൻ ജെല്ലിൽ നടത്തിയ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വെളിവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, തുല്യ അളവിൽ ആന്റിജനും ആന്റിബോഡിയും ഉള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുകയും അവിടെ പ്രസിപ്പിറ്റേഷൻ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ സോൺ ഓഫ് ഇക്വലൻസ് എന്ന് പറയുന്നു. ഇനി ആന്റിബോഡി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ കുറവായിരിക്കും, അതിനെ പ്രോസോൺ എന്നാണ് പറയുക. ആന്റിജൻ കൂടുതലായിട്ടുള്ള റീജിയനെ പോസ്റ്റ് സോൺ എന്നും പറയും. അപ്പം ഇത് പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. ഇനി മെക്കാനിസം ഓഫ് ആന്റിബോഡി ഫങ്ഷൻസ്. ആന്റിബോഡി ഏതൊക്കെ തരത്തിലാണ് ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ആന്റിജന്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ ഏത് സ്വഭാവം അനുസരിച്ച് ആന്റിബോഡി റിയാക്ട് ചെയ്യുന്ന അത് വ്യത്യസ്തമായിട്ടായിരിക്കും. അതായത് ആന്റിബോഡീസ് ഹാവ് ഡിഫറെന്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ഓഫ് ആന്റിജൻസ് ദേ ബൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആന്റിബോഡിക്ക് വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ ഉണ്ടായിരിക്കും, ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആന്റിജൻസ് ദേ ബൈൻഡ്, ആന്റിജന്റെ സ്വഭാവം അനുസരിച്ച്. അതായത് ഒരു വൈറസുമായിട്ട് ഒരു ആന്റിബോഡി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വൈറസ് ആണ് ആന്റിജൻ എങ്കിൽ അതിനെതിരെ ആന്റിബോഡി സ്വീകരിക്കുന്ന മാർഗമായിരിക്കത്തില്ല ഒരു ബാക്ടീരിയക്കെതിരെ സ്വീകരിക്കുന്ന മാർഗം, അല്ലെങ്കിൽ ബാക്ടീരിയ നശിപ്പിക്കാനായിട്ട് എടുക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ഒരു പോയിസനെ ആന്റിജൻ എന്നാണ് പറയുക. അപ്പോൾ പോയിസണുമായിട്ട് നടത്തുന്ന റിയാക്ഷൻ ആയിരിക്കത്തില്ല ഒരു ഫംഗസുമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് സെൽസുമായിട്ടോ നടത്തുന്ന റിയാക്ഷൻ. അങ്ങനെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കുന്ന ആന്റിജന്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ ആന്റിജന്റെ സ്വഭാവം അനുസരിച്ച് ആന്റിബോഡി നടത്തുന്ന റിയാക്ഷനുകളെ പ്രധാനമായിട്ടും 5 തരംതിരിച്ചിട്ടുണ്ട്. 5 തരത്തിലുള്ള മെക്കാനിസമാണ്, അല്ലെങ്കിൽ ആന്റിജനെ നശിപ്പിക്കാനായിട്ടുള്ള മെക്കാനിസമാണ് ആന്റിബോഡി സ്വീകരിക്കുക. അതിനകത്ത് ഒന്നാമത്തത് അഗ്ലൂട്ടിനേഷൻ, രണ്ടാമത്തത് പ്രിസിപ്പിറ്റേഷൻ, മൂന്നാമത്തത് ന്യൂട്രലൈസേഷൻ, നാലാമത്തത് ഫെസിലിറ്റേറ്റിംഗ് ഫാഗോസൈറ്റോസിസ്, അഞ്ചാമത്തത് കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് നോക്കാം, അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് മിസ് മാച്ച് ആയിട്ടുള്ള അല്ലെ മാച്ചിങ് അല്ലാത്ത രക്തകോശങ്ങൾ കടന്നു വരുമ്പോൾ ആ രക്തകോശങ്ങളെ ശരീരം ആന്റിജനായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ആ രക്തകോശങ്ങളെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആന്റിജനായിട്ട് ഉള്ള ഈ രക്തകോശങ്ങളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡി സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്. അതിനകത്ത് കോശങ്ങളെ, രക്തകോശങ്ങള് അല്ലെങ്കിൽ രക്തകോശങ്ങൾ മാത്രമല്ല കോശ രൂപത്തിലുള്ള അല്ലെങ്കിൽ കോശങ്ങളുടെ രൂപത്തിലുള്ള പദാർത്ഥം, പ്രധാനമായിട്ടും രക്തകോശങ്ങൾ, രക്തകോശങ്ങളിലെ RBC, പ്ലേറ്റ്ലെറ്റുകൾ, ലിംഫോസൈറ്റുകൾ, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ കോശ രൂപത്തിലുള്ള ആന്റിജനുകളെ നശിപ്പിക്കാനായിട്ട് ആന്റിബോഡി സ്വീകരിക്കുന്ന മാർഗമാണ് അഗ്ലൂട്ടിനേഷൻ. അതായത് ഇറ്റ് ഈസ് ആൻ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വേർ ദ ആന്റിബോഡി ഓഫ് ദ സീറം കോസസ് ദ സെല്ലുലാർ ആന്റിജൻസ് ടു അഡ്ഹെയർ ടു വൺ അനദർ ടു ഫോം ക്ലംസ്. അതായത് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനാണ്. ആന്റിബോഡി ഓഫ് ദ സീറം, അതായത് രക്തത്തിലുള്ള അല്ലെങ്കിൽ രക്തത്തിന്റെ ഭാഗമായിട്ടുള്ള സീറത്തിലുള്ള ആന്റിബോഡി causes the cellular antigens to adhere to one another to form clumps. സെല്ലുലാർ രൂപത്തിലുള്ള കോശ രൂപത്തിലുള്ള ആന്റിജനുകളെ അഡ്ഹെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടി നിർത്തി. അതായത് ഇവിടെ നോക്കുക, ഇതിപ്പോ ഒരു ബ്ലഡ് സെൽസ് ആണ്, പലതരത്തിലുള്ള ബ്ലഡ് സെൽസ് ആണ്. ഈ ബ്ലഡ് സെൽസിനെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് സെൽസ് പ്ലസ് ആന്റിബോഡി. ഇത് ആന്റിജൻ ആണ്, ഇത് ആന്റിബോഡിയാണ്. ഈ ആന്റിബോഡി എന്ത് ചെയ്യുന്നു? ഈ കോശങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർത്ത് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് അതിന്റെ ഒരു ക്ലംബ്, അതിന്റെ ഒരു കൂട്ടം വേർപെട്ട് പോകാതെ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടമായിട്ട് ഒരുമിച്ച് നിർത്തുന്ന അവസ്ഥയിൽ ആ ക്ലംബ് ചെയ്ത് ഉണ്ടാക്കുന്നു, ക്ലംബ് ചെയ്യുന്നു, പിടിച്ചു നിർത്തുന്നു. ഇറ്റ് ഈസ് ദ ക്ലംബിംഗ് ഓഫ് എ പർട്ടിക്കുലർ ആന്റിജൻ ആൻഡ് ആന്റിബോഡി. അഗ്ലൂട്ടിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലംബിംഗ് ഓഫ് പർട്ടിക്കുലർ ആന്റിജൻ ആൻഡ് ആന്റിബോഡി. ഒരു ആന്റിജനും
ഒരു ആന്റിബോഡിയും തമ്മിലുള്ള ക്ലംബിങ്ങിനെയാണ്, ഒരുമിച്ച് ചേർക്കലിനെയാണ് എന്ത് പറയുക, അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുക. ദ ആന്റിബോഡീസ് ദാറ്റ് കോസസ് അഗ്ലൂട്ടിനേഷൻ ആർ കാൾഡ് അഗ്ലൂട്ടിനിൻസ്. അഗ്ലൂട്ടിനേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആന്റിബോഡിക്ക് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനിൻ എന്നാണ് പറയുക. ഇനി ദ പാർട്ടിക്കുലേറ്റ് ആന്റിജൻ അഗ്രിഗേറ്റ്സ് ആർ കാൾഡ് അഗ്ലൂട്ടിനോജൻസ്. ഇനി അഗ്ലൂട്ടിനേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആന്റിജനുകളെ രക്തകോശങ്ങളാകാം, RBC ആകാം, പ്ലേറ്റ്ലെറ്റുകളാകാം, വൈറസുകളാകാം, ലിംഫോസൈറ്റുകളാകാം. അപ്പോൾ അഗ്ലൂട്ടിനേഷന് വിധേയമാകുന്ന ആന്റിജനുകൾക്ക് പറയുന്ന പേരാണ് അഗ്ലൂട്ടിനോജനുകൾ എന്ന് പറയുന്നത്, അഗ്ലൂട്ടിനോജൻസ് എന്നാണ് പറയുന്നത്. അപ്പം അത് രക്തകോശങ്ങളുമായിട്ടാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും RBCയുമായിട്ട് നടത്തുന്ന അഗ്ലൂട്ടിനേഷനെ ഹീമോ അഗ്ലൂട്ടിനേഷൻ എന്നാണ് പറയുക. ഹീമോ അഗ്ലൂട്ടിനേഷൻ. ഹീമോ എന്ന് പറയുന്ന വാക്ക് രക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഹീമോഗ്ലോബിൻ രക്തവുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ്. അപ്പോൾ RBCയുമായിട്ടാണ് ആന്റിബോഡി റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെ അഗ്ലൂട്ടിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹീമോ അഗ്ലൂട്ടിനേഷൻ എന്നാണ് പറയുക. Then bacterial, when the bacterial cells are agglutinated, the agglutination is called bacterial agglutination. ഇനി ബാക്ടീരിയൽ കോശങ്ങളുമായിട്ടാണ് അഗ്ലൂട്ടിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ ബാക്ടീരിയൽ അഗ്ലൂട്ടിനേഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തത് precipitation reaction. Precipitation എന്ന് പറഞ്ഞാൽ an antigen-antibody reaction between a soluble antigen and its antibody resulting in the formation of insoluble precipitate. അഗ്ലൂട്ടിനേഷൻ ഓർത്തിരിക്കുക, അഗ്ലൂട്ടിനേഷൻ നടക്കുന്നത് ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന കോശങ്ങളുടെ രൂപത്തിലുള്ള ആന്റിജനുമായിട്ട് ആന്റിബോഡി റിയാക്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. കോശങ്ങളുടെ രൂപത്തിൽ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജൻ, വൈറസ്, ബാക്ടീരിയ, RBC, ലിംഫോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, അതെല്ലാം കോശരൂപത്തിലുള്ളതാണ്. ഇവിടെ precipitation എന്ന് പറയുന്നത് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ആണ്. ഇവിടെ ആന്റിജൻ എന്ന് പറയുന്നത് സോളുബിൾ രൂപത്തിലാണ്, അതായത് ലയിച്ച്, അതായത് രക്തത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡിലൂടെയോ ലയിച്ച് സോളുബിൾ ആയിട്ട് കടന്നുകൂടുന്ന രൂപത്തിലുള്ള ആന്റിജൻ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ. അതൊരു പോയിസൺ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന പോയിസൺ ആകാം, അല്ലെങ്കിൽ ഫംഗസ് ആകാം, ഫംഗസ് ഉൽപ്പാദിപ്പിക്കുന്ന പോയിസൺ ആകാം. പോയിസണുകളാണ് സാധാരണ ലയിച്ച് വരുന്നത്, സോളുബിൾ ആയിട്ട് വരുന്നത്. അപ്പം അത്തരം സോളുബിൾ ആയിട്ടുള്ള ആന്റിജനുമായിട്ട് നടത്തപ്പെടുന്ന റിയാക്ഷനെയാണ് precipitation റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റിയാക്ഷൻ നടന്ന് ഇൻസോളുബിൾ precipitate ഉണ്ടാകും. അതായത് ആന്റിജൻ സോളുബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ലയിക്കുന്ന രൂപത്തിലുള്ള ആന്റിജനെ ഇൻസോളുബിൾ ആക്കി മാറ്റും. അതായത് പിന്നീട് ലയിച്ച് അല്ലെങ്കിൽ മറ്റ് ശരീരകോശങ്ങളിലേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. ദ ആന്റിബോഡി കോസിംഗ് precipitation ഈസ് കാൾഡ് precipitin. ഈ precipitation റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആന്റിബോഡിക്ക് പറയുന്ന പേര് precipitin എന്നാണ് പറയുക. precipitin ഒക്കെ ഓർത്തിരിക്കുക, 1 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ദ ആന്റിബോഡി ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് precipitation റിയാക്ഷൻ. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനിലെ precipitation റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആന്റിബോഡിക്ക് പറയുന്ന പേരാണ് precipitin എന്ന് പറയുന്നത്. ഇനി അതിന്റെ മെക്കാനിസം ഓഫ് precipitation നോക്കാം. സോൺ ഫോർമേഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ലാറ്റിസ് ഫോം ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ദ മെക്കാനിസം ഓഫ് precipitation. 2 മാർക്ക് ചോദ്യത്തിനൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ്. ആന്റിജനും ആന്റിബോഡി കോംപ്ലക്സ് ഫോർമേഷൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് precipitation എന്ന് പറയുക. ആന്റിജൻസ് നോക്കുക, ആന്റിജൻസ് ആർ മൾട്ടി വാലന്റ്. ആന്റിജൻസിനെ മൾട്ടി വാലന്റ് എന്നാണ് പറയുക. മൾട്ടി വാലന്റ് എന്ന് പറഞ്ഞാല് ആന്റിജൻസിന്റെ സർഫസിൽ ഒന്നിലധികം എപ്പിടോപ്പുകൾ ഉണ്ടാവും. ആന്റിജന്റെ സർഫസിൽ ഒന്നിലധികം എപ്പിടോപ്പുകൾ ഉണ്ടാകും. എന്നാൽ ആന്റിബോഡിക്ക് 2 കൈകളേ ഉള്ളൂ, അതായത് 2 പാരാടോപ്പുകളെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ആന്റിബോഡിക്ക് 2 ആന്റിജനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിയാക്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 2 ആന്റിജനെ മാത്രമേ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ആന്റിജൻ എന്തുണ്ട്, ഒന്നിലധികം കൈകളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം എപ്പിടോപ്പുകളുണ്ട്. അപ്പോൾ ആന്റിബോഡിക്ക് 2 കൈകളേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പാരാടോപ്പുകളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്
ആന്റിജനെ മൾട്ടിവാലന്റ് എന്നും ആന്റിബോഡിയെ ബൈവാലന്റ് എന്നും പറയുന്നു. ബൈ മീൻസ് ടു, രണ്ട് എന്നാണ് അർത്ഥം. അതായത് ഈച്ച് ബൈവാലന്റ് ആന്റിബോഡി ക്യാൻ ബ്രിഡ്ജ് ടു മൾട്ടിവാലന്റ് ആന്റിജൻ മോളിക്യൂൾ. അതായത് ഒരു ആന്റിജന് ഏതെങ്കിലും രണ്ട് എപ്പിടോപ്പുമായിട്ട്, ഒരു ആന്റിബോഡിക്ക് രണ്ട് എപ്പിടോപ്പുകളുമായിട്ട് മാത്രമേ, അല്ലെങ്കിൽ രണ്ട് ആന്റിജനുമായിട്ട് മാത്രമേ ഒരു ആന്റിബോഡിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ ബ്രിഡ്ജിംഗ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലാറ്റിസ് വിച്ച് ഫോംസ് പ്രിസിപ്പിറ്റേറ്റ്. ഇങ്ങനെ ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയും അതൊരു പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതായത് പ്രിസിപ്പിറ്റേറ്റ്, അതായത് ഇതിനെ നമ്മൾ സോൺ ഓഫ് ഇക്വലൻസ് എന്നാണ് പറയുക. ഇത് പ്രോസോൺ, ഇത് പോസ്റ്റ് സോൺ എന്ന് പറയും. അപ്പം സോൺ ഓഫ് ഇക്വലൻസിൽ നമ്പർ ഓഫ് ആന്റിജനും നമ്പർ ഓഫ് കറസ്പോണ്ടിങ് ആന്റിബോഡിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെടും? റിയാക്ഷൻ നടക്കുകയും precipitate രൂപപ്പെടുകയും ചെയ്യും. When the antigen and antibody are optimal concentration, the precipitation reaction is complete and a large lattice is formed. അങ്ങനെ ഈക്വൽ എമൗണ്ടിൽ ആന്റിജനും ആന്റിബോഡിയും ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ വേഗത്തിൽ നടത്തുക, ഓപ്റ്റിമൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ റിയാക്ഷൻ, അതായത് എത്ര ആന്റിജൻ ഉണ്ടോ അത്രയും ആന്റിബോഡി ഉണ്ടെങ്കിൽ അത്രയും ആന്റിജനെ നശിപ്പിക്കപ്പെടുന്ന ഒരു പ്രോസസ് ഇവിടെ നടക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടന്ന് ഒരു ലാർജ് ലാറ്റിസ്, അതായത് ആന്റിജൻ ആന്റിബോഡിയുടെ ഒരു ചങ്ങല, വലിയൊരു ചങ്ങല അല്ലെങ്കിൽ ഒരു precipitate രൂപപ്പെടും. ഇതാണ് മെക്കാനിസം ഓഫ് precipitation എന്ന് പറയുന്നത്. മെക്കാനിസം ഓഫ് precipitation എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആന്റിജൻ മൾട്ടിവാലന്റ് ആണ്. ആന്റിജന്റെ സർഫസിൽ ഒന്നിലധികം എപ്പിടോപ്പുകൾ ഉണ്ടാവും. ആന്റിബോഡി ബൈവാലന്റ് ആണ്. അതായത് ആന്റിബോഡിക്ക് രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് കൈകളേ ഉള്ളൂ, അല്ലെങ്കിൽ രണ്ട് ആന്റിജനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പാർട്ടുകൾ മാത്രമേ ആന്റിബോഡിക്കുള്ളൂ. ഇവിടെ precipitation റിയാക്ഷൻ അല്ലെങ്കിൽ ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള റിയാക്ഷൻ നടക്കുന്നത് ആന്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ആന്റിജനെ മൊത്തം ആന്റിബോഡി എന്ത് ചെയ്യും? പിടിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ നശിപ്പിക്കും. ആന്റിബോഡി എക്സസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ കുറവായിരിക്കും, അതായത് നശിപ്പിക്കപ്പെടുമെങ്കിലും ലാറ്റിസ്, അതായത് precipitate രൂപപ്പെടുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ആന്റിജൻ കൂടുതലും ആന്റിബോഡി കുറവാണെന്നുണ്ടെങ്കിലും അവിടെ precipitate രൂപപ്പെടുന്നത് കുറവായിരിക്കും. ഇവിടെ മാക്സിമം precipitate രൂപപ്പെടുന്നത് നമ്പർ ഓഫ് ആന്റിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആന്റിജൻ ഉണ്ടെങ്കിൽ അത്രയും ആന്റിബോഡി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തമ്മിൽ റിയാക്ട് ചെയ്ത് മാക്സിമം precipitate രൂപപ്പെടും. അത്തരം precipitate-നെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ഭാഗം ന്യൂട്രലൈസേഷൻ എന്നുള്ളതാണ്. ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. ന്യൂട്രലൈസ് ചെയ്യുക, നിർവീര്യമാക്കുക, അതായത് പിന്നീട് പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. അതായത് ആന്റിബോഡി ബേ combine or cover the active site of antigens such as bacteria, toxins or virus, thereby preventing the entry of damage of host cell. ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ബാക്ടീരിയയോ വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിഷം അല്ലെങ്കിൽ പോയിസണോ ടോക്സിനോ, ആ ടോക്സിനോ ഒക്കെ ആയിട്ടുള്ള ആന്റിജന്റെ സർഫസിൽ ആന്റിബോഡി ബൈൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ആന്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുകയും അതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക്, അതായത് കോശങ്ങൾക്കകത്തേക്ക് കടക്കാൻ അനുവദിക്കാതെ പുറത്ത് തന്നെ തടഞ്ഞു നിർത്തുക. അതായത് ഇതിന്റെ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അതായത് ആന്റിജൻ സെല്ലിന്റെ സർഫസിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ഒട്ടി പിടിച്ചിട്ട് അതിനകത്തേക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് കോശത്തിനകത്തേക്ക് കിടക്കുകയാണ് സാധാരണ ആന്റിജൻ ചെയ്യുക. അപ്പം ആന്റിജന് എന്ന് പറയുന്ന ഒരു വൈറസ് ആകാം, ഒരു ബാക്ടീരിയ ആകാം, അല്ലെങ്കിൽ ടോക്സിൻ ആകാം. അപ്പം ഈ ടോക്സിന് ഹോസ്റ്റിന്റെ സെല്ലിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ആന്റിബോഡി അതിനെ ചുറ്റും ഒരു വല പോലെ അല്ലെങ്കിൽ ഒരു കവർ പോലെ നിന്നുകൊണ്ട് അതിന്റെ എൻട്രി എന്ത് ചെയ്യും? അതിന്റെ അകത്തേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തും. അങ്ങനെ അതിന്റെ പ്രവർത്തനനിരതമായിട്ടുള്ള ആന്റിജനെ പ്രവർത്തനരഹിതമാക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാ? ന്യൂട്രലൈസേഷൻ എന്ന് പറയുക. Many microbes enter the host cell by the binding of particular surface molecule
ടു റിസപ്റ്റർ പ്രോട്ടീൻസ് ടു ഹോസ്റ്റ് സെൽസ്. പല മൈക്രോബ്സുകളും സൂക്ഷ്മാണുക്കളും ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് കടക്കുന്നത് ഈ മൈക്രോബ്സിന്റെ സർഫസിൽ ചില ഘടകങ്ങളുണ്ട്. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക. ഇപ്പം വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും, വൈറസ് ആണെങ്കിൽ വൈറസിന്റെ സർഫസിലുള്ള പ്രോട്ടീനുകളുണ്ട്. ഇപ്പൊ നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ചോ അല്ലെങ്കിൽ എയ്ഡ്സിന്റെ വൈറസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറസിന്റെ സർഫസിലുള്ള പ്രോട്ടീൻ സ്ട്രക്ചറുകളാണ് സെല്ലിനകത്തേക്ക്, നമ്മുടെ സെല്ലിനകത്തേക്ക് കടക്കാനായിട്ട് അതിനെ സഹായിക്കുന്നത്. അതായത് പ്രോട്ടീൻ, അതായത് ഇങ്ങനെ മുള്ളു പോലെയൊക്കെ ഇരിക്കുന്ന ഈ പ്രോട്ടീൻ സ്ട്രക്ചറാണ് സെല്ലിനകത്തേക്ക്, നമ്മുടെ സെല്ലിനകത്തേക്ക് ഇപ്പൊ ലങ്സിലേക്കോ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ ലിവറിലേക്കോ ഒക്കെ അകത്തേക്ക് കടക്കാനായിട്ട് സഹായിക്കുന്ന ഈ മുള്ളു പോലെയുള്ള സ്ട്രക്ചറുകളാണ്, അല്ലെങ്കിൽ ഇതിന് പ്രോട്ടീൻ ലെയറുകളാണ്. ഇതാണ് നമ്മുടെ സെല്ലിനകത്തേക്ക് കടക്കാനായിട്ട് ഇതിനെ സഹായിക്കുന്നത്. അപ്പൊ ഇത്തരം സ്ട്രക്ചറുകളെ കവർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പൊതിയുക എന്നുള്ളതാണ് ഇവിടെ ആന്റിബോഡി ചെയ്യുന്നത്. ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ഈ രോഗാണുവിനെ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പം ഇവിടെ ഇൻഫ്ലുവൻസ വൈറസിന്റെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ 2 എക്സാമ്പിളാണ് ന്യൂട്രലൈസേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഫ്ലുവൻസ വൈറസ് യൂസസ് ദെയർ എൻവലപ്പ് പ്രോട്ടീൻ ഫോർ ദ ഇൻഫെക്ഷൻ ഓഫ് റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെൽസ്. നമ്മുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ ലങ്സിന്റെ സർഫസ് അല്ലെങ്കിൽ ലങ്സിലെ കോശങ്ങൾക്കകത്തേക്ക് കടക്കാൻ സഹായിക്കുന്നത് എൻവലപ്പ് പ്രോട്ടീനാണ്. ഈ എൻവലപ്പ് പ്രോട്ടീനെയാണ് ആന്റിബോഡി എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്, പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സെല്ലിനകത്തേക്ക് കടക്കാൻ കഴിയത്തില്ല ഇൻഫ്ലുവൻസ വൈറസിന്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെല്ലിന്റെ സർഫസിൽ അറ്റാച്ച് ചെയ്യുക, അതായത് നമ്മുടെ സെല്ലിന്റെ അതായത് ഹോസ്റ്റിന്റെ സെല്ലിന്റെ സർഫസിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് പിലി എന്നാണ് പറയുക. ബാക്ടീരിയ പഠിച്ചപ്പോൾ നിങ്ങൾ പിലി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഈ പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്, ഈ നാര് പോലെയുള്ള പിലി എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബാക്ടീരിയ നമ്മുടെ സെല്ലിനകത്തേക്ക്, അതായത് റെസ്പിറേറ്ററി ആകാം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ആകാം, നമ്മുടെ ഏതെങ്കിലും കോശത്തിനകത്തേക്ക് കടന്നുകൂടുന്നത് ഈ പിലി ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ആന്റിബോഡി ചെയ്യുന്നത് എന്താണ്, ഈ പിലി എന്ന് പറയുന്ന സ്ട്രക്ചറിനെ കവർ ചെയ്യും, അതിനെ പൊതിഞ്ഞ് പിലി പുറത്ത് കാണിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പുറത്തേക്ക് വരാത്ത രീതിയിൽ ഈ പിലിയെ പൊതിഞ്ഞുകൊണ്ട് ഈ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ നിർവീര്യമാക്കും. അപ്പം ഇതാണ് ഇവിടെ ആന്റിബോഡി ചെയ്യുന്നത്. ഇത്തരത്തില് ഹോസ്റ്റ് സെല്ലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിവുള്ള ആന്റിജന്റെ കവറിങ്ങുകളെ, ആന്റിജന്റെ സ്ട്രക്ചറുകളെ പൊതിഞ്ഞുകൊണ്ട്, കവറപ്പ് ചെയ്തുകൊണ്ട് ഹോസ്റ്റിനകത്തേക്കുള്ള എൻട്രി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ആന്റിബോഡി ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കേട്ട് നോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് ചെറിയ ചെറിയ സംശയങ്ങൾ ഉള്ളത് നിങ്ങൾ ചോദിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത്തരം സംശയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കും.